ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ലൂസിഫർ മോണിസ്റ്റാറിൻ്റെ പുതിയ അപ്ഡേറ്റ് എങ്ങനെ യൂസ് ആക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടാകത്തില്ല. എന്താണ് ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളുടെ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഡിപ്ലോയ് ആക്കിയ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുവരെയും കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫയൽ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫയൽ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ടായിട്ട് ഒരു മെസ്സേജ് വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ഒരു മെസ്സേജ് ബോട്ടിലേക്ക് സെൻഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തത്. എന്നിട്ട് യെസ് എന്നടിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും. യെസ്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ എല്ലാ ഫയലും ഇവിടെ ആഡായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഫയൽ ആഡായി ഞാൻ ചെക്ക് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് /total എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടോട്ടൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാൻ സാധിക്കും ഫയൽ ആഡായിട്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബോട്ടിൽ നിന്ന് സിംഗിൾ ഫയൽ ആൻഡ് ഓൾ ഫയൽ എങ്ങനെ ഡിലീറ്റ് ആക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തേത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫയൽ എന്നടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ചാനലിലുള്ള ഫയലിൻ്റെ പേരടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ 20ാമത്തെ ഫയൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 20 സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, 20 എന്നടിച്ചു കൊടുത്തു. എൻ്റെ ഫയൽ എന്നടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ 20 ഇങ്ങനെ ഫയൽ അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 20 ഫയൽ എന്നടിച്ചു കൊടുത്തു. ഫയൽ എന്നടിച്ചു കൊടുത്തതിന് ശേഷം എനിക്കിപ്പോൾ റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റിപ്ലൈൻ്റെ ആ ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഫയൽ കിട്ടിയിട്ടുണ്ട്. ആ ഫയലിന് ഞാൻ റിപ്ലൈ ആയിട്ട് /delete എന്നടിച്ചു കൊടുക്കണം. ഓക്കെ, /delete. ഓക്കെ, /delete എന്നടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പ്രോസസ്സിങ്. ഓക്കെ, അതൊന്ന് ഇപ്പോൾ കണ്ടിട്ടത് ചിലവെല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് കാണാൻ സാധിക്കും സക്സസ്ഫുള്ളി ഡിലീറ്റഡ് എന്ന് കാണാൻ സാധിക്കും മെസ്സേജ്. ഞാൻ ഇപ്പോൾ 20 ഫയൽ, ആ ഫയലിൻ്റെ പേര് ഒന്നും കൂടി അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ എനിക്കിവിടെ റിപ്ലൈ കിട്ടുന്നില്ല. ഓക്കെ, ആ ഫയൽ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ ബേർത്തൊന്ന് കാണിച്ചിട്ടാണ് /total എന്നടിച്ചു കൊടുക്കണം. ഓക്കെ, ചെക്ക് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് /total എന്നടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ബോട്ടിൽ ഇപ്പോൾ എത്ര ഫയൽ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ടോട്ടൽ ബോട്ടിൽ ഇപ്പോൾ 19 ഫയലാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോട്ടിൽ ഇപ്പോൾ 19 ഫയലാണുള്ളത്. നേരത്തെ നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും 20 ഫയൽ. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചു തരാം. നേരത്തെ ഇവിടെ 20 ഫയലാണുള്ളത്. ഓക്കെ, ഇപ്പോഴത്തേൽ 19 ഫയലാണ്. ഓക്കെ, അപ്പോൾ ഫയൽ സക്സസ്ഫുള്ളി ആയിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാ ഫയലും ഇങ്ങനെ ഡിലീറ്റ് ആക്കുമെന്ന് നോക്കാം. /del all എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് യെസ് അടിച്ചു കൊടുക്കാം. ഓക്കെ, യെസ് അടിച്ചിട്ട് നമ്മുടെ കാണാൻ സാധിക്കും സക്സസ്ഫുള്ളി ഡിലീറ്റഡ് ഓൾ ദി ഇൻഡെക്സ്ഡ് ഫയൽ. ഓക്കെ, നിങ്ങൾ ഇൻഡെക്സ് ചെയ്ത എല്ലാ ഫയലും ഡിലീറ്റ് ആയിട്ടുണ്ട്. ചെക്ക് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് /total എന്ന് അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും എല്ലാ ഫയലും ഡിലീറ്റ് ആയിട്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബോട്ട് പെർമിഷൻ ആൻഡ് ഇൻലൈൻ ഫ്യൂച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എങ്ങനെ സെറ്റ് ആക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ബോട്ട് ഫാദർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സെർച്ച് ബാറിൽ പോയിട്ട് ബോട്ട് ഫാദർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബോട്ട് ഫാദർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, വരുന്നില്ല. ഓക്കെ, ബോട്ട് ഫാദർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ബോട്ട് ഫാദറുടെ വന്നിട്ടുണ്ട്, വെരിഫൈ ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആ ടിക്ക് വന്നിട്ടുള്ള അടുത്ത് അതിൽ വേണ്ടി സ്റ്റാർട്ട് അടിക്കാം. സ്റ്റാർട്ട് അടിച്ചതിന് ശേഷം /mybot എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബോട്ട് സെറ്റിങ്സിൽ പോവാം. ബോട്ട് സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ കാണാൻ സാധിക്കും ഇൻലൈൻ ഗ്രൂപ്പ് അഡ്മിൻ റൈറ്റ്സ്, ചാനൽ അഡ്മിൻ റൈറ്റ്സ്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് ഗ്രൂപ്പാണ് ആവശ്യമുള്ളത്. ഗ്രൂപ്പിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ടിക്കാക്കി കൊടുക്കാം. ആവശ്യമുള്ളത് വെച്ചാൽ ഡിലീറ്റ് മെസ്സേജ് ആവശ്യമുള്ളതാണ്, പിന്നെ ബാൻ ഓർ അൺബാൻ ആവശ്യമുള്ളതാണ്, ഇൻവൈറ്റ് ന്യൂ യൂസർ നമുക്ക് ആവശ്യമുള്ളതാണ്, പിൻ മെസ്സേജ് അതൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ആ ടിക്കറ്റ് എല്ലാം ഇങ്ങൊന്ന് ടിക്കറ്റ് കൊടുക്കാം ബോട്ടിലേക്ക്. ഓക്കെ, ആ ഗ്രൂപ്പിൻ്റെ ആണ് എല്ലാം ടിക്കറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ചാനൽ അഡ്മിൻ റൈറ്റ്സിൽ പോയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വിട്ടാൽ മതി, നമുക്ക് ആവശ്യമില്ല ആ സംഭവം. ഓക്കെ, പിന്നെ ഇവിടെ കാണാൻ സാധിക്കും ഇൻലൈൻ മോഡ്, അതിലേക്ക് പോകാം. ഇൻലൈൻ മോഡിലേക്ക് പോയിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻലൈൻ മോഡ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എഡിറ്റ് ഇൻലൈൻ ഇട്ടിട്ടുണ്ട്. എഡിറ്റ് ഇൻലൈൻ എന്താ വെച്ചാൽ നമുക്ക് ഇൻലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ബാർ എഡിറ്റിംഗ് ആക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ചായിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫയൽസ് നിന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണത്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നേരെ ബോട്ട് ഫാദറിന് പോയിട്ട് നേരെ ഇങ്ങനെ ഉണ്ടാക്കിയ ബോട്ടിലേക്ക് പോകാം. ബോട്ടിലേക്ക് പോയതിന് ശേഷം ബോട്ടിൻ്റെ യൂസർ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് മെസ്സേജിൻ്റെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
പേസ്റ്റ് ചെയ്ത പാടിനെ കാണാൻ സാധിക്കും. ഫയലെല്ലാം വന്നിട്ടുണ്ട്. ഫയലിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫയൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻലൈൻ മോഡ് നമുക്ക് നല്ല പെർഫെക്റ്റ്ലി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻലൈൻ മോഡ്. എത്ര ഫയൽ ചാനലായിട്ട് ഈ ബോട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് /channel എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, /channel എന്ന് കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എത്ര ചാനലിലേക്ക് ഈ ബോട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ബോട്ടിൻ്റെ PM വരുന്ന ഫിൽറ്റർ എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് അടിക്കാം. സ്റ്റാർട്ട് അടിച്ചതിന് ശേഷം ഹെൽപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓട്ടോ ഫിൽറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫയലിൻ്റെ നെയിം ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ ഫയൽ എന്നടിച്ചു കൊടുക്കുകയാണ്. ഫയൽ എന്നടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ എനിക്കിവിടെ റിപ്ലൈ കിട്ടുന്നുണ്ട്. ഓക്കെ, റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണാൻ സാധിക്കും PM ഓട്ടോ ഫിൽറ്റർ, അത് ഒന്ന് ഓഫ് എന്നാക്കി കൊടുക്കണം. ഓക്കെ, PM ഓട്ടോ ഫിൽറ്റർ ഓഫ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ PM ഓട്ടോ ഫിൽറ്റർ ഓഫായെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഫയലിൽ നിന്ന് അടിച്ചു കൊടുത്താൽ എനിക്ക് റിപ്ലൈ കിട്ടുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ PM ഓട്ടോ ഫിൽറ്റർ ഓൺ എന്ന് അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ എൻ്റെ ഓട്ടോ ഫിൽറ്റർ ഓൺ ആയിട്ടുണ്ട് PMൻ്റെ. ഓക്കെ, ഇങ്ങനെയാണ് PMൻ്റെ ഓട്ടോ ഫിൽറ്റർ ഓണും ഓഫും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാവുന്നത് ഗ്രൂപ്പിൽ നിങ്ങളുടെ ബോട്ടിനെ ഒന്ന് അഡ്മിൻ ആക്കാം. ഓക്കെ, ബോട്ടിനെ അഡ്മിൻ ആക്കിയതിന് ശേഷം /connect എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, /connect എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബോട്ട് ഇത് കണക്റ്റായി കിട്ടും. ഓക്കെ, ഇങ്ങനെ കണക്റ്റ് ആക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, എനിക്ക് കാണാൻ സാധിക്കും സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ഗ്രൂപ്പിൻ്റെ പേര്. ഓക്കെ, പിന്നെ ഈ ബോട്ട് നിങ്ങൾക്ക് PM മാനേജ് ചെയ്യാൻ കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ /settings എന്നടിച്ചു കൊടുക്കാം. ഓക്കെ, സെറ്റിങ്സ് എന്നടിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് തന്നെ ഫിൽറ്റർ ബട്ടൺ സിംഗിൾ ആയിട്ട്. ഓക്കെ, ഫിൽറ്റർ ബട്ടൺ സിംഗിൾ അതിൻ്റെ സംഭവം തന്നെ കാണിച്ചു തരാം, ഡെമോ വെർഷനെ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫയൽ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, പേര് റിക്വസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ബട്ടൺ ഫുള്ളും ഒറ്റ ലൈനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെകൊണ്ടാണ് ഞാനവിടെ സിംഗിൾ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനെ ഡബിൾ ആക്കി കൊടുത്തിട്ടാകുമ്പോൾ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും നോക്കാം. ഫയൽ എന്നടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഇവിടെ കാണാൻ സാധിക്കും 2 ബട്ടൺ, ഒന്ന് സൈസിൻ്റെയും ഒന്ന് ഫയലിൻ്റെയും. ഓക്കെ, ഇതാണ് ഡുവലും ഡബിളും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ഉള്ളത് വെൽക്കം എന്നൊരു സംഭവമാണ്. ഓക്കെ, വെൽക്കം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വെൽക്കം ഓണും ഓഫാണ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ഓഫാക്കി ട്രൈ ആക്കി കൊടുക്കാം. വെൽക്കം വേണമെന്നുണ്ടെങ്കിൽ ഓൺ, വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ്. അടുത്തതിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് സ്പെൽ ചെക്ക്. ഓക്കെ, സ്പെൽ ചെക്ക് ഞാൻ ഇപ്പോൾ വെറുതെ ഒരു ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സ്പെൽ ചെക്കിടെ വന്നിട്ടുണ്ട്, സ്പെല്ലിങ് കറക്റ്റ് അല്ലാത്ത ആ സംഭവം ഫയൽ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നുള്ളത്. ഓക്കെ, ഞാൻ ഇപ്പോൾ അത് ഓഫാക്കിയിട്ട് ഒന്നും കൂടി ലെറ്റർ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഒന്നും വരുന്നില്ല. ഓക്കെ, സ്പെൽ ചെക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓണാക്കിയാൽ മതി, എല്ലാം നിങ്ങൾക്ക് ഓഫാക്കിയിട്ട് വെക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ബോട്ട് പോസ്റ്റർ. ഓക്കെ, ബോട്ട് പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ഫയൽ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, ഫയലിൽ ചിലപ്പോൾ നിങ്ങൾ ഫയലിൽ അടിച്ചിട്ടാകുമ്പോൾ വരുന്നുണ്ടാവത്തില്ല. ഞാൻ എൻ്റെ ചാനലിലുള്ള ഫയലിൻ്റെ പേരാണ് ഫയലെന്ന്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ബോട്ട് പോസ്റ്ററുടെ കാണാൻ സാധിക്കും MT എന്ന സംഭവമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ബോട്ട് പോസ്റ്ററിനെ ഇപ്പോൾ ഒന്ന് ഓഫാക്കാണ്. ബോട്ട് പോസ്റ്റർ ഇപ്പോൾ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഫയൽ എന്നടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഫയൽ എന്നടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും പോസ്റ്റർ വന്നിട്ടില്ല. ഓക്കെ, അതിനാണ് ഞാനിവിടെ പോസ്റ്ററും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പോസ്റ്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളത് സേവ് ഫയൽസാണ്. അത് സേവ് ഫയൽസ് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫയൽ ഫോർവേഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. അതിങ്ങനെ വല്ല നോക്കേണ്ട ആവശ്യമില്ല. അതിനെ വെറുതെ ഒന്ന് കൊടുത്തതാണ് ഒരു രസത്തിന് വേണ്ടിയിട്ട്. അതും കൂടി ഇല്ലായിട്ട് ചോദിച്ചുകൊണ്ട് വരേണ്ടതായിട്ട്. അടുത്തതായിട്ട് ഫയൽ മോഡാണുള്ളത്. ഫയൽ മോഡിലാണ് ചാനലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ചില ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാകും, പക്ഷേ എല്ലാ ബോട്ടിലും കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ഫീച്ചർ. ഓക്കെ, ഞാനവിടെ PM ആക്കിയിട്ടുണ്ട് ഫയൽ മോഡ് PM ആക്കിയതിന് ശേഷം ഞാനവിടെ ഒരു ഫയൽ റിക്വസ്റ്റ് ചെയ്യാണ്. റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും ചെക്ക് PM I ഹാവ് സെൻഡ് ഫയൽ ഇൻ മൈ PML സംഭവം കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ PML ചെക്ക് ആക്കിയിട്ടാകുമ്പോൾ ഫയൽ അവിടെ ഉണ്ടാകും. ഓക്കെ, അടുത്തതായിട്ട് അതിനെ മാറ്റിയിട്ട് നേരെ ചാനലാക്കി കൊടുക്കണം. ഓക്കെ, ചാനലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ഒന്നും കൂടി ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്, ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ചാനലിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ചാനലിലേക്ക് പോയിട്ടുണ്ട്. കണ്ട ആക്സസ് എന്താ വെച്ചാൽ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചില ആൾക്ക് ആക്സസ് കിട്ടത്തില്ല, അവർക്കുള്ളതാണ് കണ്ട ആക്സസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സെറ്റിങ്സിലുള്ള ഫ്യൂച്ചർ. അടുത്തതായിട്ട് നമ്മൾ നോക്കാവുന്ന ഫ്യൂച്ചർ ഓട്ടോ ഫിൽറ്ററിലൊരു ഫ്യൂച്ചറുണ്ട്, സെറ്റ് ടെംപ്ലേറ്റ്. പിന്നെ അതേപോലെ തന്നെ
കുറച്ച് ഫീച്ചറുണ്ട്. ആ ഫീച്ചറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓട്ടോ ഫിൽറ്ററിലുണ്ട് ആ ഫീച്ചറും ക്യാപ്ഷനും ഓക്കെ, പിന്നെ വെൽക്കമും സ്പെൽ ചെക്കും ഓക്കെ. ഇതിൻ്റെ ഫുൾ എല്ലാത്തിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് റീഡാക്കിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ സെയിം മെത്തേഡാണ്ട് നിങ്ങൾക്ക് ഒന്നിൻ്റെ മാത്രമാണ് സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ബാക്ക് ബട്ടൺ വർക്കാവുന്നില്ല. എൻ്റെ നെറ്റ് ചെറിയ പ്രശ്നമുണ്ട്, അതിനോടാണ് വർക്കാവാത്തത്. ചെറിയ പ്രശ്നമുണ്ടോ, നല്ല പ്രശ്നമുണ്ട് നെറ്റിന്. ഓക്കെ, ഒന്ന് ബാക്ക് പോട്ട് ചെയ്ത് ഓക്കെ ബാക്ക് പോകാം. വെൽക്കം പോയിട്ട് നോക്കാം. വെൽക്കമിന് നിങ്ങൾക്ക് സെയിം തന്നെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, വെൽക്കമിൻ്റെ സെയിം തന്നെയാണ്. പിന്നെ സ്പെൽ ചെക്ക് ഓക്കെ, സ്പെൽ ചെക്കിൽ പോകും, അത് നോക്കാം. പിന്നെ എല്ലാത്തിൻ്റെ ഫോർമാറ്റ് മാത്രമാണ് വ്യത്യാസമുള്ളത്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എങ്ങനെ സെറ്റാക്കേണ്ട മെത്തേഡ് ഫുള്ളും സെയിം തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ക്യാപ്ഷനിൽ പോകണം. ക്യാപ്ഷനിൽ പോയിട്ട് ഫയൽ ക്യാപ്ഷൻ എങ്ങനെ നമുക്ക് സെറ്റാക്കാൻ നോക്കാം. ഫയൽ ക്യാപ്ഷനിൽ പോയിട്ട് ഞാൻ നേരെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ആക്കാം. നിങ്ങൾക്ക് PM കൺട്രോൾ അവൈലബിൾ ആണ് അതിൻ്റെ. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ സെറ്റാക്കുന്നതെന്ന് വെച്ചാൽ പണി പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിവിടെ ന്യൂ ഫയൽ നെയിമിലിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ന്യൂ ഫയൽ നെയിമിലിട്ട് കൊടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഫയലിൻ്റെ നെയിം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഫയൽ നെയിം കൊടുക്കാം. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ഫോർമാറ്റ് കൊടുത്തിട്ട് മെൻഷൻ കൊടുത്താൽ യൂസർ പ്രൊഫൈൽ, യൂസർ നെയിമാണ് മെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫയൽ _ നെയിം സൈസ് ക്യാപ്ഷൻ. ഓക്കെ, ഫയൽ നെയിം ഞാൻ കൊടുക്കുകയാണ്. ഫയൽ നെയിം കൊടുത്തതിന് ശേഷം ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൈസ് യൂസ് ചെയ്യാം, അതുപോലെ ക്യാപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സെൻഡ് ചെയ്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും സക്സസ്ഫുള്ളി സെൻഡ് ഡെൽറ്റ്, അല്ലെ സേവ് ഡെൽറ്റ്, സക്സസ്ഫുള്ളി സേവ് ഡെൽറ്റ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു ഫയൽ റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഫയൽ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ആ ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടും. ഓക്കെ, റിപ്ലൈ വന്നിട്ടില്ല. ഒന്നും കൂടി വേറെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ബട്ടൺ ഇപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് 2 ഫയൽ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ന്യൂ ഫയൽ നെയിം. ഓക്കെ, ഫയൽ നെയിം ഇവിടെ കസ്റ്റമൈസ് ഫയൽ നെയിം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫയൽ നെയിം, വെൽക്കം, സ്പെൽ ചെക്ക് ഒക്കെ മാറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബോട്ടിംഗ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പഠിക്കണമെന്നിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. പൈറോഗ്രാമിൻ്റെ ആ വീഡിയോ പോയിട്ട് കണ്ടിട്ട് ഈ ബോട്ടൊന്ന് എഡിറ്റ് ചെയ്യാം. ബൈ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് പരിഗണിക്കാം. ഓക്കെ.